ഇൻ ലൈൻ വിത്ത്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇൻ എഗ്രിമെൻറ്റ് വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത് എന്നൊക്കെ പറയാം. ഇനി മലയാളത്തിൽ മീനിങ് വേണ്ടേ? പറയാം. അതിൻ പ്രകാരം, അതിന് അനുസൃതമായി എന്നാണ് മലയാളത്തിൽ അതിൻ്റെ മീനിങ്. ഇപ്പോൾ മലയാളത്തിലും മീനിങ് കിട്ടിയില്ലേ? ഇനി ഇതെങ്ങനെ ഉപയോഗിക്കും, എവിടെ ഉപയോഗിക്കും എന്നും അറിയണ്ടേ? ഒരു കാര്യം നടക്കുന്നു, അതിനനുസരിച്ച് തന്നെ വേറൊരു കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻ ലൈൻ വിത്ത് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. എക്സാമ്പിൾസ് വേണ്ടേ? ദ ഇൻക്രീസ് ഇൻ സാലറി മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ദി ഇൻഫ്ലേഷൻ. ഇൻക്രീസ് മീൻസ് വർധനവ്, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം. പണപ്പെരുപ്പത്തിന് അനുസരിച്ച് തന്നെ സാലറിയിലും ഇൻക്രീസ്, വർധനവ് വേണം എന്നാണ്. പണപ്പെരുപ്പത്തിൻ്റെ തോത് 5% ആണെങ്കിൽ സാലറിയിലും 5% തന്നെ വർധനവ് വേണം. ഇനി അതല്ല, പണപ്പെരുപ്പം 10% ആണെങ്കിൽ സാലറി 5% കൂടിയാൽ മതിയോ? പോരല്ലോ. അപ്പോൾ സാലറിയിലും വേണം 10% ഇൻക്രീസ്. അപ്പോൾ പണപ്പെരുപ്പത്തിൻ്റെ തോത് എത്രയാണോ അതിനനുസരിച്ച് തന്നെ സാലറിയിലും ഇൻക്രീസ് വേണം എന്നാണ്. അതിനാണ് പറയുന്നത് ദ ഇൻക്രീസ് ഇൻ സാലറി മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ദി ഇൻഫ്ലേഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ പറയട്ടെ. ദ ഗ്രോത്ത് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദി എക്സ്പെക്റ്റേഷൻ. ഗ്രോത്ത് മീൻസ് വളർച്ച. സ്റ്റോക്ക് മാർക്കറ്റിലെ വളർച്ച ഇൻ ലൈൻ വിത്ത് ദി എക്സ്പെക്റ്റേഷൻ. എക്സ്പെക്റ്റേഷൻ മീൻസ് പ്രതീക്ഷ. പ്രതീക്ഷ അനുസരിച്ച് തന്നെ ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വളർച്ചയും ഉണ്ടാകുന്നത് എന്നാണ് ഇതിനർത്ഥം. ഇൻ ലൈൻ വിത്ത് ദി എക്സ്പെക്റ്റേഷൻ. ദ ഗ്രോത്ത് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദി എക്സ്പെക്റ്റേഷൻ. എത്ര വളർച്ചയാണോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് അത് ഉണ്ടാകുന്നതും, സ്റ്റോക്ക് മാർക്കറ്റിൽ വളർച്ചയുണ്ടാകുന്നതും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻ ലൈൻ വിത്ത് എന്ന ഫ്രേസ് ഉപയോഗിക്കാൻ പഠിച്ചില്ലേ?